ആ വീട് ഒരിക്കലും വിറ്റുപോകുന്നില്ല. അത് വിറ്റുപോയെങ്കിൽ മാത്രമേ അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നടക്കാൻ പറ്റൂ. അതെന്തായിരിക്കാൻ കഴിയുന്നത്? അവിടെ എന്തെങ്കിലും ഉണ്ടാവും, അവരിഷ്ടപ്പെടുന്നില്ല. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം, കൺമുമ്പിൽ കാണിച്ചു തരാം. ഓക്കെ. ഞാനാണത് പോയിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നെ അത് ബാധിക്കുന്നതാണ്. ജിയോപ്പതിക് സ്ട്രെസ് ലൈൻ എന്ന് പറയുന്നത് ആത്മാക്കളുടെ സാന്നിധ്യമാണോ? ആഭിചാരങ്ങളോ മന്ത്രവാദങ്ങളോ പൂജാതി കർമ്മങ്ങളോ ഇല്ലാതെ ആത്മാക്കളെ പോലും തളച്ചു കെട്ടി വീട് വൃത്തിയാക്കാൻ പറ്റും. ഇനി പറയാം. സ്ട്രെസ് ലൈനും കറി ലൈനും കൂടെ കടന്നു പോകുന്ന ഒരു നോഡൽ ഭാഗം ഉണ്ടാവും. ആ നോഡൽ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഭൂഗർഭങ്ങൾ ഉണ്ടാവും, ഒരു വലിയ കുഴികളുണ്ടാവും, രണ്ട് വൻ പാറകൾ വന്ന് യോജിക്കുന്ന സ്ഥലം ഉണ്ടാവും. ആ രണ്ടെണ്ണം കൂടെ യോജിക്കപ്പെടുത്തി ചിലപ്പോൾ അവിടെ നെഗറ്റീവായിട്ട് മാറും, ചിലപ്പോൾ പോസിറ്റീവായിട്ട് മാറും. അതുപോലുള്ള ലൈനുകളിൽ കിടക്കുന്നവർക്ക് നമുക്കറിയില്ലല്ലോ അവിടെ എന്താണ് ഉള്ളത്. അങ്ങനെ കിടക്കുന്ന ഒരു സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് ബാധിച്ചിരിക്കുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ഈ ലൈൻ കടന്നു പോകുന്ന സ്ഥലത്താണ് അവർ കിടക്കുന്നതെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ. ആ വീട് വെച്ചിരിക്കുമ്പോൾ അവിടെ താമസിക്കാനോ കിടക്കാനോ ഇരിക്കാനോ ഒക്കാത്ത വലിയ മാനസിക വിഭ്രാന്തി നിങ്ങൾക്ക് ഉണ്ടാകുന്നു എങ്കിൽ അവിടെ ജിയോപ്പതിക് സ്ട്രെസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു പ്രത്യേകതരം പോയിസണുണ്ട്, അത് മനുഷ്യനെ ആകെ നശിപ്പിച്ചു കളയും. അപ്പോൾ ഒരു വീട് ഇപ്പോൾ വിൽക്കപ്പെടാത്ത ഒരുപാട് വീടുകൾ കാണും. ഈ വീട് ഇടിച്ച് പൊളിച്ച് വേറെ എങ്ങോട്ടെങ്കിലും നമുക്ക് പോകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വരും, എന്നൊരു സംശയം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാം. അപ്പോൾ സാറേ, നമ്മൾ ഈ ഫെങ്ഷയിൽ വരുന്ന മാറ്റങ്ങൾ, ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി രണ്ട്, ഈ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ചെയ്യുന്നവരും മോശം രീതിയിൽ ചെയ്യുന്നവരും നമ്മുടെ മേഖലയിലുണ്ട്. ഈ ഒരു വീട് പണിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പൂജകൾ വലിയ രീതിയിലുള്ള പണം മുടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്ഥലരക്ഷ, വാസ്തു പൂജ എന്നൊക്കെ പറഞ്ഞു. ചില വീടുകൾ വെച്ച് കഴിഞ്ഞിട്ട് അകാല മരണങ്ങൾ വരെ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. ചിലർ ആ വീട്ടിൽ കയറി താമസിച്ചതിന് ശേഷം എല്ലാം വാസ്തുവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടായിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വരുന്നു. ഇതൊക്കെ പിന്നെ വീടിന്റെ കെട്ടിടത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എന്നങ്ങ് മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നെഗറ്റീവായി മാറണം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഈ ജിയോപ്പതിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു കൺസൾട്ടേഷൻ നമ്മൾ എടുക്കുകയാണ്, നമുക്ക് അതിനകത്ത് എങ്ങനെയാണ് അതിനെ ശാസ്ത്രീയമായി ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീട് വെച്ചു. ആ വീട്ടിൽ കയറി ഒരു 3 മാസത്തിന് ശേഷം പുള്ളിക്കൊരു അസുഖം വന്നു. ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണെങ്കിൽ പോലും ഇദ്ദേഹം ഒരു ജ്യോതിസ്യന്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ പറഞ്ഞത് ആ വീടിന്റെ ദോഷമാണ് എന്നുള്ളതാണ്. പിന്നീട് ലക്ഷക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിനനുസരിച്ചുള്ള പൂജകളും ഒക്കെ ചെയ്തതിനു ശേഷമാണ് പുള്ളി മാനസികമായി തൃപ്തിപ്പെട്ടത്. അസുഖം മാറിയിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പോഴും. പക്ഷെ ഇപ്പൊ മാനസിക പ്രശ്നം തീർന്നു എന്നൊരു വിശ്വാസത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിലവിടെ ഒരു ചൂഷണം നടക്കുന്നു. അവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ഫാങ്ഷൈ കൊണ്ടുപോയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക? അതായത് ചൂഷണമാണ് ജീവിത ലക്ഷ്യം, ജീവിത ഉപാധിയായിട്ട് നമ്മുടെ ഒരു പ്രദേശത്തെ ഇല്ലെങ്കിൽ ഒരു അന്യരാജ്യത്തെ കടന്നു വരവ് ചില മതങ്ങൾക്കും ജാതികൾക്കും തൊഴിലിനുമൊക്കെ വേറിട്ട് ഭാവിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ജീർണിച്ച ഒരു ജീവിത സാഹചര്യം ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പൂജിക്കാനായിട്ട് ഇന്ന ആൾ മാത്രം മതി, മറ്റൊരാൾ പാടില്ല. പൂജക്കല്ല, മാല കെട്ടാനുള്ള അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്താ? മനുഷ്യനല്ലേ, അയാൾ അതിനെ മാറ്റി നിർത്തുന്നത്? എവിടത്തെ ന്യായമാണ്? ആരാണ് നിയമം കൂടെ കൊണ്ടുവന്നത്? അങ്ങനെ പാടുണ്ടോ? എല്ലാവരും മനുഷ്യരല്ലേ? ഊന്നൂരിട്ടവനും എല്ലാവരും പൂജാരിയാവും? ഇല്ലല്ലോ. അതുപോട്ടെ, വിഷയം ഇവിടെ പോട്ടെ, വേറെ ഒരുപാട് ചർച്ച ചെയ്തു. അപ്പൊ അത് ശരിയല്ല. എല്ലാവരെയും മനുഷ്യരായിട്ട് കാണണം. ഈ ആധുനിക ലോകത്ത് വികസിച്ച് വരുന്ന ഈ ഒരു ഗവൺമെന്റ് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കാനായിട്ട് പൂർവ്വ ഇന്നലകളിലോട്ട് നമ്മളെ നയിക്കാൻ പാടില്ല. ഇന്നത്തെ ഇന്നലകളെ നമ്മൾ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ഒരിക്കലും തുനിയരുത്. ആധുനികമായിട്ടുള്ള ഒരു രാജ്യമാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ ആദ്യം എല്ലാവരും ഓർത്തുകൊള്ളുക. അന്ധതയിലോട്ട്, ഇരുണ്ട യുഗത്തിലേക്കിട്ടു നമ്മളെ കൊണ്ടുപോകാൻ പാടില്ല. അതുപോട്ടെ വിഷയം. ഇപ്പം നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇത് കണക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചത്. ജിയോപ്പതിക് സ്ട്രെസ്, ഭൂഗർഭ സമ്മർദ്ദം. നമ്മൾ ഒരു വീട് വെക്കുന്ന സ്ഥലത്ത് ഈ ഭൂമിയുടെ പ്രതലം മാത്രമാണ് നോക്കുന്നത്. ഈ വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണോ അല്ലയോ എന്ന് സാധാരണ വാസ്തുവിന്റെ ആൾ വന്നിട്ട് നോക്കും. ഒരു വാസ്തു വിദഗ്ധൻ വന്നിട്ട് നോക്കും, ഇത് വീട് വെക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കും. അപ്പൊ സാധാരണഗതിയിൽ പഴയ കാലത്ത് വീട് വെച്ചിരുന്നത് എങ്ങനെയാണ്? പണ്ട് കാലത്ത് വീട് വെച്ചിരുന്നത് വെച്ചാൽ പശുക്കളും മറ്റു നാൽക്കാലി മൃഗങ്ങളും ഒക്കെ മേഞ്ഞു നടന്നിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴും യു പിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കൃഷിക്കാരന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന രീതിയിൽ ഈ നാൽക്കാലികളെ ദൈവമായിട്ട് കാണുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. അത് പോട്ടെ, അതിലോട്ടും കിടക്കുന്നത്.
അപ്പൊ ഈ നാൽക്കാലികൾ പശു അടക്കമുള്ളവ അത് പുല്ലെല്ലാം മേഞ്ഞ് വയറെല്ലാം നല്ല പെരുത്തതിന് ശേഷം അത് കിടക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ സ്ഥലമാണ് വീട് വയ്ക്കുവാൻ വാസ്തുയോഗ്യമെന്ന് നമ്മുടെ പഴമക്കാർക്ക്. ഭൂമിക്ക് അടിയിൽ നടക്കുന്ന ചെറിയ കമ്പനങ്ങൾ പോലും തിരിച്ചറിയാൻ നാൽക്കാലി മൃഗങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിന് പ്രകൃതിയിലെ പ്രകമ്പനങ്ങൾ കണ്ടെത്തുവാൻ പശുവിന് കഴിയും, നായ്ക്ക് കഴിയും. പൂച്ചയ്ക്കോ? പൂച്ച എപ്പോഴും ജിയോപതിക് സ്ട്രെസ് ലൈനിൽ മാത്രമേ കിടക്കൂ. ആ ലൈനിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ജിയോപതിക് സ്ട്രെസ് ലൈനിൽ പശു എന്ത് ചെയ്യും? എന്തെങ്കിലും അന്തരീക്ഷത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളോ പ്രപഞ്ചനം ഉണ്ടെങ്കിൽ പശു വല്ലാതെ അലറും, പട്ടി മോങ്ങും, നായ്ക്കൾ ഇങ്ങനെ മോങ്ങിക്കും. ആടിനും ബാക്കി മൃഗങ്ങൾക്ക് എല്ലാം മനസ്സിലാവും, മനുഷ്യന് മാത്രം മനസ്സിലാവില്ല. അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. എത്ര പറഞ്ഞിരുന്നാലും അവിടെ നിങ്ങൾ താമസിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയേ താമസിക്കൂ. ഹെക്ടർ കണക്കിന് ഭൂമി ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തെ താമസിക്കൂ. അതാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ രോഗങ്ങൾ വരാൻ കാരണം വെച്ചാൽ ജിയോപതിക് സ്ട്രെസ് ലൈൻ. അപ്പം ജർമ്മനിയിൽ 2 വിദഗ്ധന്മാരായ ഡോക്ടറായിരുന്നു, ഡോക്ടർ മാൻഫ്രെഡ് കറിയും ഡോക്ടർ ഗ്രിഡും. അവർ മെഡിക്കൽ മേഖലയിൽ മാത്രമായിരുന്നില്ല, അവർ ഡോക്ടറേറ്റ് ഹെൽത്തിലും അവർ ഡോക്ടർമാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയിൽ മറ്റു തൊഴിലാളികൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളോ അവരുടെ സാലറി പ്രശ്നങ്ങളോ മറ്റൊന്നുമില്ല, എല്ലാവരും സന്തോഷത്തോടു കൂടി ഒന്ന് ജോലി ചെയ്യുന്നു. പക്ഷേ ആർക്കും ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൂടുതൽ അവിടെ തൊഴിലെടുക്കാൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അതിൻ്റെ മറ്റ് മനവിന് എന്തായിരിക്കും നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകാത്ത കാരണം. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഇല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ ഡോക്ടർ കറിയും മേൻഫ്രെഡ് ഗ്രിഡ് എന്ന് പറയുന്ന ഗ്രിഡ് ലൈനുകൾ, നമ്മുടെ ഈ സൈഡിലുള്ള ഗ്രിഡ് ലൈനുകൾ കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചപ്പോഴാണ് ഭൂമിക്കടിയിൽ കൂടി പോകുന്ന ഭൂഗർഭ ജലത്തിൽ നിന്നുണ്ടാകുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഒരു മനുഷ്യന്, എനിക്കും താങ്കൾക്കും എല്ലാം 60 ഹെർട്സിൽ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അത് 150 പോയി കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങളെ പിടിച്ച് ചുരുക്കി അത് ആകെപ്പാടെ പ്രശ്നങ്ങളാവും. ആ കമ്പനിയിലുള്ളവർക്ക് ചില വീടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലർക്ക് ഛർദിയായിരിക്കും, ചിലർക്ക് തലവേദനയായിരിക്കും, ചിലർക്ക് ഓക്കാനമായിരിക്കും, ചിലർക്ക് പല രീതിയിലുള്ള അസുഖങ്ങളായിരിക്കും, മാനസിക സമ്മർദ്ദങ്ങളായിരിക്കും, വിമുഖതയായിരിക്കും, മൂകതയായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജിയോപതിക് സ്ട്രെസ് ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തായിരിക്കും. അതായത് ജിയോപതിക് സ്ട്രെസ് ലൈനും കറി ലൈനും കൂടെ കടന്നു പോകുന്ന ഒരു നോഡൽ ഭാഗം ഉണ്ടാവും. ആ നോഡൽ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഭൂഗർഭങ്ങളുണ്ടാവും, ഒരു വലിയ കുഴികളുണ്ടാവും, 2 വൻ പാറകൾ വന്ന് യോജിക്കുന്ന സ്ഥലം ഉണ്ടാവും. ആ 2 കൂടെ യോജിക്കപ്പെടുത്തി ചിലപ്പോൾ അവിടെ നെഗറ്റീവായിട്ട് മാറും, ചിലപ്പോൾ പോസിറ്റീവായിട്ട് മാറും. എങ്ങനെ വന്നിരുന്നാലും അവിടെ ഈ ജിയോപതിക് സ്ട്രെസ് ലൈനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതുപോലുള്ള ലൈനുകളിൽ കിടക്കുന്നവർക്ക് നമുക്കറിയില്ലല്ലോ അവിടെ എന്താണ് ഉള്ളതെന്ന്. അങ്ങനെ കിടക്കുന്ന ഒരു സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് ബാധിച്ചിരിക്കുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ഈ ലൈൻ കടന്നു പോകുന്ന സ്ഥലത്താണ് അവർ കിടക്കുന്നതെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ തെളിയിക്കപ്പെട്ട സത്യങ്ങളെയാണ് ശാസ്ത്രം എന്ന് വിശ്വസിക്കുന്നത്. അതാണല്ലോ അതിൻ്റെ കറക്റ്റ്. അപ്പോൾ ഈ 15 വർഷത്തിന് മുമ്പ് പേറ്റന്റ് നേടിയതാണ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആയിരുന്ന മന്നാ കൃഷ്ണമൂർത്തി സാർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ GS സ്കാനർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കാനർ വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം എവിടെ എന്തുണ്ടെന്ന്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്യാൻസറിൻ്റെ അസുഖമായിരുന്നാലും, അതിനൊക്കെ തന്നെ ഹാർട്ടിൻ്റെ അസുഖമായിരുന്നാലും, പെരിക്കോസ് വെയിൻ ആയിരുന്നാലും, വയറിൻ്റെ അസുഖമായിരുന്നാലും, അങ്ങനെ പല രീതിയിലുള്ള രോഗങ്ങളും അവിടെ താമസിക്കാനൊക്കാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ IR UV ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റ് രശ്മികൾ അതെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ വീട് ഇങ്ങനെ വെച്ചിരിക്കണം നിൽക്കട്ടെ. ആ വീട് വെച്ചിരിക്കുമ്പോൾ അവിടെ താമസിക്കാനോ കിടക്കാനോ ഇരിക്കാനോ ഒക്കാത്ത വലിയ മാനസിക വിഭ്രാന്തി നിങ്ങൾക്കുണ്ടാകുന്നു എങ്കിൽ അവിടെ ജിയോപതിക് സ്ട്രെസ് ഉണ്ട് എന്നുള്ളതാണ്. പഴയ കാലത്ത് നമ്മൾ എവിടെയാണ് ഒരു മനുഷ്യനെ അടക്കിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും, മൃഗങ്ങളെ അടക്കിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. ഈ എല്ലുകളിൽ നിന്ന് ബോൾസുകളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേകതരം പോയിസണുണ്ട്, അത് മനുഷ്യനെ ആകെ നശിപ്പിച്ചു കളയും. അപ്പോൾ ഒരു വീട് ഇപ്പം വിൽക്കപ്പെടാത്ത ഒരുപാട് വീടുകൾ കാണും. അപ്പോൾ ഈ വീടുകൾ കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും വീട്ടിലിരുന്നാലും പറയുന്നത് ആ വീട് ഒരിക്കലും വിറ്റ് പോകുന്നില്ല. അത് വിറ്റുപോയെങ്കിൽ മാത്രമേ അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നടക്കാൻ പറ്റൂ. അതെന്തായിരിക്കാൻ കഴിയുന്നത്? അവിടെ എന്തെങ്കിലും ഉണ്ടാവും, അവരിഷ്ടപ്പെടുന്നില്ല, ആ സ്ഥലം വിറ്റ് പോകുവാൻ അവരിഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ കണ്ടുപിടിക്കപ്പെടുന്ന ആളിന് ഇപ്പം ഞാനാണത് പോയിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നെ അത് ബാധിക്കുന്നതാണ്. ജിയോപതിക് സ്ട്രെസ് ലൈൻ എന്ന് പറയുന്നത് ആത്മാക്കളുടെ സാന്നിധ്യമാണോ? അത് നമ്മുടെ അന്ധവിശ്വാസത്തിലോട്ട് ആത്മാവെന്ന് പറയുന്ന അന്ധവിശ്വാസം അല്ല, അതൊരു ഒരാൾ മരണപ്പെട്ട എനർജിയാണ്. ആദ്യം വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് അത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് അറിയാവുന്ന തന്നെ ഒരു പ്രളയത്തെ ഒരു പ്രകാശ വലയും നമ്മളിൽ നിന്ന് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. കിർലോസ്കർ ക്യാമറ വെച്ചിട്ട് കാണുന്നത് കിർലോസ്കർ ക്യാമറയിൽ കൂടെ നമ്മൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ആ വീട്ടിലുള്ള
സംഭവങ്ങൾ എന്താണെന്ന്. അപ്പോൾ ചോദിക്കും, ഈ വീട് ഇടിച്ച് പൊളിച്ച് വേറെ എങ്ങോട്ടെങ്കിലും നമുക്ക് പോകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വരും. എന്നൊരു സംശയം ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ അങ്ങനെയല്ല. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ വീടിന് എർത്ത് ലൈൻ കൊടുക്കാറുണ്ട്. ഇതിന് സിമ്പിളായിട്ട് ഒരു വാചകത്തെ ഞാൻ പറയാമെന്ന് വിചാരിക്കും. ആഭിചാരങ്ങളോ മന്ത്രവാദങ്ങളോ പൂജാതി കർമ്മങ്ങളോ ഇല്ലാതെ ആത്മാക്കളെ പോലും തളച്ചു കെട്ടി വീട് വൃത്തിയാക്കാൻ പറ്റും. ഇനി പറയാം. എങ്ങനെ ആഭിചാരങ്ങളോ മന്ത്രവാദങ്ങളോ പൂജാവിധികളോ ഇല്ലാതെ ആത്മാക്കളെന്ന് അവർ വിളിക്കുന്ന ഈ എനർജികളെ അച്ചുകൊണ്ട് ഒരു ഭവനത്തെ വൃത്തിയാക്കി കൊണ്ടുപോകും. നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസവും നമ്മുടെ ഏറ്റവും വലിയ ആധികാരികമായിട്ടുള്ളതാണ് ജിയോപതിക് സ്ട്രെസ് റാഡുകൾ. ഈ സ്ട്രെസ് റാഡുകൾക്ക് നമുക്ക് ഇതുപോലുള്ള നെഗറ്റീവ് എനർജിയെ റിവേഴ്സ് ചെയ്ത് ഭൂമിക്കടിയിലോട്ട് തന്നെ കടത്തിവിടാനുള്ള കഴിവുണ്ട്. അതാണ് ജിയോപതിക് സ്ട്രെസ് റാഡ് എന്ന് പറയുന്നത്. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. കാണിച്ചുതരാം, കൺമുമ്പിൽ കാണിച്ചുതരാം. ഓക്കെ. ഞാൻ ഓരോ വീട്ടിലും ഇപ്പൊ പോയിട്ട് നോക്കിയിട്ടുള്ളതെല്ലാം അവർക്ക്. അത് ഞാൻ അങ്ങയുടെ യൂട്യൂബ് ചാനലിലൂടെ പോകുമ്പോൾ അതിനകത്ത് ഞാൻ കണ്ടു ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങ് പല പ്രോസസ്സുകളിലൂടെ ഐഡന്റിഫൈ ചെയ്യുന്ന പല കാര്യങ്ങൾ. ജിയോപതിക് സ്ട്രെസ്സിന്റെ ലൈനിലോട്ട് ഇപ്പൊ കടന്നിട്ട് ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. അതിന് മുമ്പുള്ള ഈ കോവിഡ് കാലത്ത് എന്റെ പഠനവുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഈ സ്വാഭാവികമായിട്ട് ഈ വാസ്തുശാസ്ത്രം ആയാലും മറ്റ് കൺസൾട്ടേഷൻ ആയാലും അവർ വരുന്നു, അവരുടെ മനക്കണക്കുകളും കൂടി വന്ന ഒരു കോമ്പസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഒരു പെൻഡുലം ഒക്കെയാണ് അവർ ഉപയോഗിക്കുക. പക്ഷെ ഞാൻ അങ്ങയുടെ ഈ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് കുറെ വീഡിയോകൾ റിസർച്ച് ചെയ്തപ്പോൾ കുറേയധികം എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. അത് മനുഷ്യ മനസ്സിന്റെ താൽക്കാലികമായിട്ടുള്ള വൈകാരിക ഭാവങ്ങളെ ശമിപ്പിക്കുന്നതിനുള്ളതാണ് ഫെങ്ഷുയി, അല്ലെങ്കിൽ വാസ്തു, അല്ലെങ്കിൽ ജിയോപതിക് സ്ട്രെസ്, അല്ലെങ്കിൽ ജീവനുള്ള വീടുകൾ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഈജിപ്ഷ്യൻ വിശ്വാസങ്ങൾ, ഈജിപ്ഷ്യൻ പിരമിഡുകൾ, അമേരിക്കയിലെ ആസ്റ്റക് അമ്പലങ്ങൾ, അങ്ങനെ വിവിധ തരങ്ങളിലുള്ള വിശ്വാസങ്ങളാണ് നമുക്ക് നിലനിൽക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ഫെങ്ഷുയിലൂടെ തന്നെ, അഥവാ ഫെങ്ഷുയി എല്ലാം തന്നെ വാസ്തുവിലൂടെ തന്നെ, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ജിയോപതിക് സ്ട്രെസ് ലൈനിലൂടെ തന്നെ ഓരോ വീട്ടിലും പ്രത്യേക ആഡംബരത്തിന് വേണ്ടി ഒത്തിരി ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വീടിന്റെ ഇന്റീരിയറിന്റെ ഭാഗമായിട്ട് നമ്മൾ വെച്ചതായിരിക്കാം. ആ ഇന്റീരിയറിന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് വരുന്നതെങ്കിലോ എങ്കിൽ ആ വീട്ടിലൊന്നും ചെയ്യേണ്ടതില്ല. ആ നെഗറ്റീവായിട്ടുള്ള എനർജി എന്താണോ അതിനെ സ്കാൻ ചെയ്ത് നമ്മളെടുത്ത് മാറ്റിയാൽ മതി. ഇന്നലെ അതാണ് ചെയ്തത് ഞാൻ. കൊല്ലത്തൊരു വീട്ടിൽ ഞാൻ അതാണ് ചെയ്തു കൊടുത്തത്. അപ്പൊ അവിടെ ചെയ്തു കൊടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യുള്ളൂ. ചെയ്തു കൊടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു നമ്മുടെ സഹോദര മതമാണ്, ക്രിസ്ത്യൻ ഫാമിലിയാണ്. അപ്പൊ അവിടെ ചെന്ന്, കൊല്ലത്തെ ഫ്ലാറ്റ് ആണ്, അമ്മയും 3 ആൺമക്കളുണ്ട്, 39 വയസ്സൊക്കെ ആയിട്ടുള്ള മക്കളാണ്, വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരു വലിയ ട്രാൻസ്ഫാർമറാണ് നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്കുന്ന റോഡ് സൈഡിലാണ്, സ്ഥലം പറയുന്നത് ശരിയല്ല. അപ്പൊ ആ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ കബോർഡിൽ ഇങ്ങനെ നോക്കി വന്നു, എല്ലാ സ്ഥലവും ഇങ്ങനെ സ്കാൻ ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ആ അലമാരയ്ക്കകത്ത് ഒരു പുസ്തകം ഇരിപ്പുണ്ട്. ആ പുസ്തകത്തിന്റെ ഫാമിലി അഡ്വൈസർ എന്ന് പറയുന്ന ഒരു പുസ്തകമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നെടുത്ത് മാറ്റാൻ പറയാം. അപ്പൊ അവിടെ നെഗറ്റീവായിട്ടാണ് കാണിച്ചത്. അപ്പൊ ഓരോ വീടുകളിലും ഒത്തിരി സാധനങ്ങൾ കണ്ണിനും മനസ്സിനും ഒക്കെ നല്ല ഇമ്പമാർന്നിട്ടുള്ള ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിച്ചു. അർത്ഥമറിയാത്ത ചിത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ചിലപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ളതല്ല, ഈ അർത്ഥമറിയാത്ത ചിത്രങ്ങളായിരിക്കും. ഉദാഹരണത്തിന്, ഒരു പെൺകുട്ടിയുടെ ഒരു കണ്ണിൽ നിന്ന് മാത്രം കണ്ണുനീരിങ്ങനെ ഇറ്റ് വീഴും. ഈ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു ഫോട്ടോ. അയാൾക്ക് ഇവിടുത്തെ അറിയപ്പെടുന്ന ബസ് റൂട്ടുള്ള ഒരാളെന്ന് പറയുന്നു. എന്തായാലും ആ ബന്ധം, ആ പെൺകുട്ടിയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു. നമ്മൾ പലരും പല രീതിയിലുള്ള വിശ്വാസികളായിരിക്കും, ദൈവവിശ്വാസികളായിരിക്കും. ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ആ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ നമ്മൾ നല്ല ഒരു മനോഹരമായിട്ടുള്ള പുഞ്ചിരിയോടുകൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സാന്ത്വനം തരുന്ന ഒരു ചിത്രമാണെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് സന്തോഷം.